അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, ഉദ്ഘാടനം നിർവഹിച്ച ഉമർ സാദി ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷിയും പ്രസംഗ ലോകത്ത് സമാനതകളില്ലാത്ത ഇതിഹാസവുമായ കിച്ചേരി ഉസ്താദ്, പ്രാർത്ഥന നടത്തിയ അബൂത്തങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സംസാരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രസംഗത്തിൽ നിന്ന് കവർന്നെടുക്കുന്ന വിലപ്പെട്ട സമയമാണെന്ന തിരിച്ചറിവ് നല്ല പോലെയുണ്ട്. എങ്കിലും ഈയൊരു സദസ്സിൽ ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് ബുദ്ധിമുട്ടാകുമോ എന്നറിയില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെയുള്ളത് ഒരാഘാതത്തിൻ്റെ ഒരു സാന്ദ്രമായ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന, നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ റിയാസ് ഉസ്താദിന്റെ മുഖവും ഓർമ്മകളും, ആ ഒരു വശ്യമായ ആ പുഞ്ചിരിയോടെ രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നുപോയ ആ അനുഭവങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ടല്ലാതെ നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സ് അവിടെയാണ്. നമ്മളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതും ആ ഉസ്താദിനെ കുറിച്ച് തന്നെയാണ്. മരിച്ച ദിവസം മയ്യത്ത് കാസർഗോഡ് എത്തുന്നില്ല എന്നറിഞ്ഞ് ഞങ്ങൾ ആ കൊട്ടുമുടിയിലെ ആ വീട്ടിലേക്ക് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് പോയിരുന്നു. അങ്ങനെ ആ വീട്ടിൽ, ആ പള്ളിയിൽ കബറടക്കം കഴിഞ്ഞ് ശേഷമായിരുന്നു ഞങ്ങൾ എത്തിയത്. എന്നിട്ട് ആ വീട് അന്വേഷിച്ചു പോയി. എന്നിട്ട് അപ്പോഴും അവർ നെഞ്ചു വിരിച്ചുകൊണ്ട് എനിക്ക് ഷഹീദാവണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന, അവരെ നയിക്കുന്ന ഒരു ഊർജമുണ്ട്. മ്യാൻമറിൽ മനുഷ്യർ പച്ചക്ക് ഒരു മതത്തിന്റെ അനുയായികളായതിന്റെ പേരിൽ മാത്രം ചുട്ടുകരിക്കപ്പെടുമ്പോഴും അവർ തങ്ങളുടെ വിശ്വാസത്തെ, ഖാലിദിന്റെ കൂടെ ഞാൻ കഴിഞ്ഞ 10 ദിവസം മുമ്പ് ശനിയാഴ്ച ദിവസം ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. ഖാലിദിന്റെ വിദ്യാർത്ഥികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് അഡ്ഡിനടുക്കയിലെ ഒരു വീട്ടിലേക്കായിരുന്നു. നിങ്ങൾക്കറിയുമോ അതേത് വീടാണെന്ന്? 3 കുട്ടികൾ മുങ്ങി മരിച്ച ഒരു വീടാണ്. 10ഉം 12ഉം 8ഉം വയസ്സുള്ള 3 പിഞ്ചുമക്കൾ മരിച്ചു വീണ ആ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഞങ്ങൾ ക്യാമറയുമായി അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച എന്നത്, ആ വീടിൽ കൊട്ടാരങ്ങളുടെ സൗകര്യങ്ങൾ പോയിട്ട്, കിടക്കപ്പായും പട്ടുമെത്തയും പോയിട്ട് അവിടെ ഒരു സൗകര്യവും ഇല്ലാത്ത ഞങ്ങൾ അധികവും കരഞ്ഞു പോയത്. ഒരുപാട് ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ഒരിക്കലും മനസ്സിന് പതറിപ്പോകാറില്ല. പക്ഷെ അവിടുത്തെ നിസ്കാരപ്പായ കണ്ടപ്പോൾ, നമ്മളൊക്കെ ഒരൊറ്റ വളപ്പിൽ 2 പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി, പള്ളികൾ ഏറ്റവും മോടി പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ നിസ്കാരപ്പായ പകുതിയും തറ കാണാവുന്ന ഒരു നിസ്കാരപ്പായായിരുന്നു. അവർ അണിഞ്ഞിരുന്ന പർദ്ദ എന്നത് മുക്കാലും കീറിപ്പോയ പർദ്ദയായിരുന്നു. ആ വാർത്ത പ്രസിദ്ധീകരിച്ച് 20 ദിവസങ്ങൾ 25 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും നമ്മുടെ സമുദായത്തിന് ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അവർക്ക് ആശ്രയമുള്ള ഒരു മേൽക്കൂര നിർമ്മിച്ചു നൽകാൻ നമ്മുടെ സമുദായത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വേദന കൂടി പങ്കുവെക്കാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ അതിനിടയ്ക്കും നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഷോ ഓഫിനപ്പുറം, ഈ പ്രദർശന പരതയ്ക്കപ്പുറം ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്, ഞങ്ങൾ ഈ വിഷൻ ചെയ്ത ഓരോ ചാരിറ്റിയിലേക്കും 2 വീടുകൾ നൽകിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പേര് വെളിപ്പെടുത്താത്ത കോഴിക്കോട്ടുകാരൻ. അദ്ദേഹമായിരുന്നു ഉക്കിനടുക്കയിലെ ഉമ്മയുറങ്ങാത്ത വീട്ടിലേക്ക് സാമ്പത്തിക സഹായം നൽകിയത്. അദ്ദേഹമാണ് സീതാങ്കോടിയിൽ 5 പെൺമക്കളുള്ള വീട് ഒരു പേര് പോലും വെളിപ്പെടുത്താതെ ഞാൻ നിർമ്മിച്ചു നൽകാമെന്നെത്തിയത്. ഈ വീടിന്റെ ഈ പുതിയ അടിയനടുക്കയിലെ റിപ്പോർട്ട് പുറത്തുവിട്ട് 25 ദിവസം കഴിഞ്ഞിട്ടും ഒരാളും മുന്നോട്ട് വരാതപ്പോൾ ഇതേ മനുഷ്യൻ പേര് വെളിപ്പെടുത്താത്ത, ഞാൻ ഒരിക്കലും ജീവിതത്തിൽ 2 പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള, നമ്മൾക്ക് ഒരിക്കലും അറിയാതെ ലക്ഷങ്ങൾ സംഭാവന ചെയ്ത ഇതേ മനുഷ്യൻ വീണ്ടും വാട്സാപ്പിന്റെ ഇൻബോക്സിൽ വന്നു എന്ന് പറഞ്ഞു. കോഴിക്കോട്ടുകാരൻ പറഞ്ഞു, ഇവരുടെ വീട് ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും കണ്ണുനീരാണോ, കരയുകയാണോ, ദേഷ്യപ്പെടുകയാണോ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി. ഞാൻ നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. നമ്മൾ റിയാസ് ഉസ്താദിന് വേണ്ടി കരയുമ്പോൾ, അവർക്ക് വേണ്ടി പിരിവെടുക്കുമ്പോൾ നമ്മൾ അനിവാര്യമായും ഓർത്തുവയ്ക്കേണ്ടതും നമ്മൾ അനിവാര്യമായും മുന്നിട്ടിറങ്ങേണ്ടതും നമ്മുടെ ഓരോ മഹല്ലുകളിലും ഉസ്താദുമാരുണ്ട്. അവർ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിന് ശേഷം കണ്ണീരൊഴുക്കാനല്ല, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ എന്തെന്ന് തിരിഞ്ഞു നോക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അർത്ഥമുണ്ടാകുമ്പോഴേ നമ്മുടെ ഈ ഐക്യദാർഢ്യത്തിന്, നമ്മുടെ ഈ ഒരു ശ്രമങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഒളയത്തെടുക്ക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്ന ഈ ഒരു
പുറമെ നിന്ന് നൽകുന്ന പ്രതിച്ഛായക്കപ്പുറത്ത് ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇവിടെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ്. ആളുകൾ പറയുന്നത് പോലെയല്ല ഒളയത്തെടുക്കേന യുവത്വം ദീനിന് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി എന്നും ഒരു ചുവട് മുമ്പേ നിൽക്കുന്ന ആളുകളാണെന്ന് പറയുന്നതിൽ അനൽപമായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ഒരു സംഘത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.